നോക്കിയപ്പോൾ റീസെന്റ് നടന്ന ബസ്സിലെ ഇൻസിഡന്റും അത് കാരണമുണ്ടായ കാര്യങ്ങളും ഒക്കെയാണ് എന്റെ ഫീഡ് നിറച്ച് അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ വായിച്ചപ്പം എനിക്ക് ഓർമ്മ വന്നത് ദിവസം ഞാൻ ബസ്സിൽ പോയത്. അപ്പം എന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു ചേച്ചി എനിക്ക് ഇറങ്ങാറായ സ്റ്റോപ്പിലേക്കും വേഗം എണീറ്റ് കാട്ടിൽ നിന്ന് ചേട്ടനെ നല്ലപോലെ അടിച്ചു കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ആ ചേട്ടനാണെങ്കിൽ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചേട്ടൻ ഒന്നും പറയുന്നുണ്ട്. അപ്പൊ ആ ചേട്ടനാണ് ടീച്ചറെ ബാറ്റക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കിക്കോടെ ഈതിക്കോടെ കൈ പിടിച്ചിട്ട് തൊട്ടിട്ട്. അവിടെ ഇരുന്ന് ആ ബസ്സിൽ നിന്ന് ഒരാൾ പോലും റിയാക്ട് ചെയ്തില്ല. ഇവൻ ഞാൻ ഫ്രീസായി, ഞാൻ ഫ്രീസായി ഞാൻ അവിടെ ഇരുന്നിട്ട്. ബിക്കോസ് ഞാൻ എന്റെ മനസ്സിൽ എന്റെ ഉള്ളിൽ ഐ വിഷ് ലൈക്ക് ഞാൻ എനിക്ക് ഇതേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ, ലൈക്ക് എനിക്ക് എത്ര തവണ ബാഡ് ടച്ച് അനുഭവപ്പെട്ടിട്ടുണ്ടോ ആ സമയത്ത് എനിക്ക് ആ ചേച്ചി റിയാക്ട് ചെയ്ത പോലെ എനിക്ക് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അതേപോലെ റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലൊക്കെ ഞാനിങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കാം. ആകെ ഒരു ആന്റി മാത്രമാണ് വിളിക്കുമോളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും അങ്ങനെ പറഞ്ഞത്. ആൻഡ് ട്രസ്റ്റ് മീ, ആ ഇൻസിഡന്റിന് ശേഷം എനിക്ക് മനസ്സമാധാനമായിട്ട് ഒരു ബസ്സിൽ ഇങ്ങനെ ചായിരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് ബസ്സിൽ കയറുമ്പോ എപ്പോഴും ആരെങ്കിലും എന്നെ ബാക്കിൽ തൊടും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ. അത് എത്രത്തോളം ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഒരു 1 month 2 month ഒക്കെ എടുത്തു എനിക്കൊന്ന് ബസ്സിൽ സമാധാനമായിട്ട് ചാരി ഇരിക്കാനായിട്ട്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട്, സെക്ഷൽ അസോൾട്ട് ഭയങ്കര കോമൺ ആണ് നമ്മുടെ ഇവിടെ. ആൻഡ് അത് കോമൺ ആണ് താനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അതിന്റെ കമന്റ് ബോക്സിൽ വായിച്ചു, ഇന്ന് ആ ചേട്ടൻ നാളെ നമ്മളായിരിക്കുന്നത് ഒരു ചേട്ടൻ കമന്റ് ചേട്ടനാണ്. സംതിങ് ഐ ഹാവ് ടു സേ ഈസ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പേടിക്കുന്നത് ഫാൾസ് അക്യൂസേഷൻ ആണ്. ആൻഡ് ഇൻ അതർ സൈഡ് പേടിക്കണത് റിയൽ അസോൾട്ട് ആണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾസ് അക്യൂസേഷനെ നേരിടുന്നത് ഒരിക്കലും ഇതേപോലെ ചെയ്തുകൊണ്ടാകും. ഈവൻ വൺ ഓഫ് മൈ ഫ്രണ്ട് വരെ പറഞ്ഞു ഇതേപോലെ എനിക്കൊരു ഫാൾസ് അക്യൂസേഷൻ വരാണെങ്കിൽ എനിക്കത് നേരിടാനുള്ള ശക്തിയൊന്നുമില്ല, ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്താലും. ബട്ട് സീ, ഫാൾസ് അക്യൂസേഷൻ ഇസ് എ നമുക്ക് മെന്റലി സ്ട്രെസ് തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് മെന്റലി ആണ് നമുക്ക് വിഷമം വരുന്നത്, നമുക്ക് ഫിസിക്കലി ഒരു ഹാം വന്നിട്ടില്ല, നമുക്ക് മെന്റലി ആണ് ഹാം വന്നിട്ട്. എന്താ പറയാ, ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. ബട്ട് ഈവൻ ഇൻ സെക്ഷൽ അസോൾട്ട് ആകുമ്പോൾ നമുക്ക് ഫിസിക്കലിയും ഹേർട്ട് ആവാണ്, മെന്റലിയും അത് ഹേർട്ട് ആവാണ്. ഫാൾസ് അക്യൂസേഷന്റെ കാര്യത്തിൽ നമുക്ക് ഫിസിക്കലി ഹേർട്ട് ആവുന്നില്ല, നമുക്ക് മെന്റലി മാത്രമേ ഹേർട്ട് ആവുന്നുള്ളൂ. പറഞ്ഞു വന്നത്, ഇഫ് നിങ്ങളൊരു ഫാൾസ് അക്യൂസേഷനിൽ ആവാണ്, നിങ്ങളുടെ പേരിൽ ഒരു കള്ള പ്രചാരണം നടത്താണ്, കള്ളക്കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിടേണ്ടത് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ പ്രചരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ കുട്ടിയായിട്ട് മെസ്സേജ് അയക്കാൻ നോക്കുക. എന്നിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം എന്റെ ഇന്റൻഷനലി ആയിരുന്നില്ല നടന്നത്, അങ്ങനെയൊക്കെ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോളജൈസ് ചെയ്യുക, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ടും ആ കുട്ടിയെ വീഡിയോ റിമൂവ് ചെയ്യല്ല, പിന്നെ നിങ്ങളുടെ എതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ആവാണെങ്കിൽ നിങ്ങളത് ലീഗലി മൂവ് ചെയ്യുക. ആൻഡ് ഒബ്വിയസ്ലി ആ വീഡിയോയിൽ അങ്ങനെ ഒരു പ്രൂഫും ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു പ്രൂഫും ഇല്ല, അങ്ങനെ അതിനെ മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഫാൾസ് അക്യൂസേഷൻസിനെ മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യുക.